ഉദ്ഘാടനം ചെയ്യാനായി SFI കൊല്ലം ജില്ലാ പ്രസിഡന്റ് സഖാ വിഷ്ണുവിനെ സ്വാഗതം ചെയ്യുന്നു. SFIയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ ലോക്കൽ കമ്മിറ്റികളുടെയും യൂണിറ്റ് കമ്മിറ്റികളുടെയും എല്ലാ നേതൃത്വത്തിൽ നമ്മളെപ്പോലെയുള്ള ആയിരക്കണക്കിന് വരുന്ന പതിനായിരക്കണക്കിന് വരുന്ന കുട്ടികൾക്ക് അവരുടെ പഠനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരു കാരണവശാലും പഠിക്കാൻ സൗകര്യമില്ലാത്തതിൻ്റെ പേരിൽ, പഠനോപകരണങ്ങളില്ലാത്തതിൻ്റെ പേരിൽ, അവസരം കിട്ടാത്തതിൻ്റെ പേരിൽ ഒരു വിദ്യാർത്ഥിയുടെ പോലും പഠനമെന്ന അവകാശം നിഷേധിക്കപ്പെടരുത് എന്ന് ആവശ്യത്തിൻ്റെ ഭാഗമായി ആ ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് നമുക്കൊരുക്കാം അവർ പഠിക്കട്ടെ എന്ന ക്യാമ്പയിൻ SFI എല്ലാ വർഷക്കാലത്തെയും പോലെ തന്നെ ഈ വർഷക്കാലവും സംസ്ഥാനത്തെ മുഴുവൻ കേന്ദ്രങ്ങളിലും നടത്തി വരുന്നത്. SFI എന്താണെന്ന് സംബന്ധിച്ചെല്ലാം സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ ഇന്ത്യയിലെ വിദ്യാർത്ഥി മേഖലയിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണ് SFI എന്ന് പറയുന്നത്. ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, പ്രിയമുള്ള രക്ഷകർത്താക്കളെ, SFIയുടെ നമുക്കൊരുക്കാം അവർ പഠിക്കട്ടെ എന്ന ക്യാമ്പയിന് നമ്മുടെ ചടയമംഗലം പഞ്ചായത്തിലെ ഈ വലിയപാറ ചെരുവ് കോളനിയെ തന്നെ തിരഞ്ഞെടുത്തതിൽ ഒരു വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, നിങ്ങളെ പോലെയുള്ള കുറച്ച് ചേട്ടന്മാരും ചേച്ചിമാരും ഒത്തൊരുമിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നമ്മുടെ SFIയിലൂടെ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പഠിക്കുവാനുള്ള ഉപകരണങ്ങൾ കളക്ട് ചെയ്ത് ഇന്ന് നമുക്കിവിടെ തരുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവരെല്ലാവരും ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കണം എന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. നമുക്കറിയാം, അപ്പോൾ ഇതൊരു പുത്തൻ അനുഭവമാണ്. ഒരു പുതിയ അനുഭവം എന്ന് പറയുമ്പോൾ ഈ SFI ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ക്യാമ്പയിൻ അതിവിടെ മാത്രം ഒതുങ്ങുന്നതല്ല. കേരളത്തിലെ എല്ലാ മേഖലാ കമ്മിറ്റികളും യൂണിറ്റ് കമ്മിറ്റികളും ഇത്തരത്തിലുള്ള പരിപാടികൾ ഏറ്റെടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് SFI ഏരിയ കമ്മിറ്റി ഒരു സ്കൂൾ തന്നെ എടുക്കുകയാണ്. ഇതുപോലെ ആണ്ടുതോറും ഏറ്റെടുക്കുന്ന ഒരു പരിപാടിയാണ് നമുക്കൊരുക്കാം അവർ പഠിക്കട്ടെ എന്നുള്ള മുദ്രാവാക്യം. ആ മുദ്രാവാക്യത്തിൻ്റെ സീരിയസ് എന്താണെന്ന് ഇവിടെ ഇരിക്കുന്ന മുതിർന്ന ഇപ്പം +1 +2 SLCക്കൊക്കെ പഠിക്കുന്ന ആളുകൾക്ക്, നിങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് അതറിയാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി അത് ഉപയോഗപ്പെടുത്തുവാൻ നമ്മളെ കോളനിയിലെ കുട്ടികൾക്ക് കഴിയണം എന്നാണ് എനിക്ക് നിങ്ങളോട് ആദ്യമായിട്ട് പറയുവാനുള്ളത്. നമ്മൾ രക്ഷകർത്താക്കൾ മാത്രം വിചാരിച്ചുകൊണ്ട് കാര്യം നടക്കത്തില്ല. നേരത്തെ നമ്മുടെ സഹാക്കൾ പറഞ്ഞതുപോലെ പണ്ട് ഇതുപോലെ പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും ആ കുട്ടി പഠിക്കുവാൻ തയ്യാറാണെങ്കിൽ പോലും അതിനെ സ്കൂളിൽ അയച്ചു പഠിപ്പിക്കുവാനുള്ള മാർഗം അന്ന് ആ രക്ഷകർത്താക്കൾക്ക് ഇല്ലായിരുന്നു. ഇന്ന് നമ്മുടെ രക്ഷകർത്താക്കൾ എന്ത് പാടുപെട്ടാലും എത്ര രൂപ ചെലവായാലും നമ്മളെ കുട്ടികളെ എവിടം വരെ പഠിക്കാമോ അവരെല്ലാം, നിങ്ങളെയെല്ലാം നല്ലതുപോലെ പഠിപ്പിക്കുവാൻ അവർ തയ്യാറാണ്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തണം. അതുപോലൊപ്പം തന്നെ നാട്ടുകാർ എത്രയോ എൻ്റെ കുഞ്ഞനുജന്മാരെ, പ്രിയമുള്ള സഖാക്കളെ, SFI എന്ന് പറയുന്ന സംഘടന എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? എന്താണ് SFI? നിങ്ങളെപ്പോലുള്ള കേരളത്തിലെ, ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന വിദ്യാർത്ഥികളുടെ സംഘടനയാണ് SFI എന്ന് പറയുന്നത്. നമുക്ക് പല സംഘടനകളുണ്ട്. ഈ ചുള്ളിക്കമ്പ് ഒരുമിച്ച് കൂട്ടിയാൽ അത് ബലം കിട്ടുന്ന പോലെ ഒത്തു നിന്നാലേ നമുക്ക് ഒരു ബലം ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ വിദ്യാർത്ഥികളെല്ലാവരും കൂട്ടമായിട്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി, ആവശ്യങ്ങൾക്ക് വേണ്ടി രൂപം കൊടുത്ത സംഘടനയാണ് SFI എന്ന് പറയുന്നത്. സ്റ്റുഡൻറ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. അങ്ങനെ SFI എന്ന് പറയുന്ന എൻ്റെയും നിങ്ങളുടെയും വിദ്യാർത്ഥികളുടെ എല്ലാമായിട്ടുള്ള സംഘടന നാട്ടിൽ ഒരുപാട് പേരെ കണ്ട്, ചേട്ടന്മാരെ കണ്ട്, ചേച്ചിമാരെ കണ്ട്, അങ്ങനെ എല്ലാവരെയും കണ്ടാണ് നിങ്ങൾക്ക് പഠിക്കുവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ബാഗുകളും ബുക്കുകളും പേനകളും എല്ലാം തന്നിട്ടുള്ളത്. ഒരു വലിയൊരു യോഗമല്ല ഇത്, പഠിക്കുന്നവർക്കുള്ളൊരു കൈത്താങ്ങാണ്. എനിക്ക് ഇവരുടെ ഒരു കളിയും ചിരിയും ഭയങ്കര രസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്കിലും അപ്പോൾ ഇത് നമുക്ക് തുടർന്ന് ഈ അല്പം കൂടെ മുതിർന്ന നമ്മുടെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നിങ്ങൾ വാങ്ങാനും ഒരു കൂട്ടർ തരാനും വേണ്ടി മാത്രമുള്ള ഒരു യോഗമാക്കി മാറ്റരുത്. ഇതിനിടയിൽ നിങ്ങൾ ഒരു സന്ദേശം കൂടെ പഠിക്കണം. നിങ്ങൾ വാങ്ങി വെക്കുന്ന മുതലുകൾ നിങ്ങൾ നാളെ പഠിച്ചു വലുതായി നിങ്ങളുടെ താഴെയുള്ള ഈ പ്രദേശത്തുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി വളർച്ചയുടെ ഒരു ഭാഗമായാണ്
ഈ ബാഗും പുസ്തകങ്ങളും നിങ്ങൾക്ക് ഇവിടെ SFIക്കാർ തരുന്നത് എന്നുള്ള ഉത്തമമായൊരു ബോധ്യത്തോടു കൂടി വേണം ഈ യോഗത്തിൽ നിന്ന് അല്പം കൂടെ മുതിർന്ന വിദ്യാർത്ഥികൾ പോകാനെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഡോക്ടർ ജോയിന്റ് സെക്രട്ടറി സഖാവ് അഹിനാസിനെ സ്വാഗതം ചെയ്യുന്നു. വിളിക്കുന്നത് സാന്ദ്ര. ഞങ്ങള് വയസ്സന്മാരാണ്. ഫർഹാന. രാജേശ്വരി. വിപിൻ രാജ്. നമ്മള് നോക്കത്തില്ലേ? വിമൽ. അല്ല പ്ലസ് ടു ഷിബിൻ. ഫോട്ടോയും കൂടെ അടുത്ത മിഥുൻ. നബീല് 4ാം ക്ലാസ്. നബീൽ. ക്ലാസ് നെബ്ഹാൻ. ജിബിൻ 8ാം ക്ലാസ്. ജിബിൻ രാജ്. സംഗീത. ലാവണ്യ 4ാം ക്ലാസ്. ലാവണ്യ. വരുന്നുണ്ട്. അദ്വിലും ഉണ്ട്. ശ്രുതിക്ക് കൊടുക്കാറുണ്ട്. നല്ല പറഞ്ഞ അടിക്കണം. വീണ. ശിവപ്രിയ 2ാം ക്ലാസ്. കിട്ടിയില്ലേ? അവിനാശ്. 9 എല്ലാരും വാ. അവളെ വിളി. അച്ഛൻ അവിടെ എല്ലാരും വാ. ഇനി വാ. ഓക്കെ. എല്ലാരും പഠിക്കോ?